എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് വെച്ചെന്ന വ്യാജ സന്ദേശം നൽകി അതേ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ യാത്രക്കാരനെയും കുടുംബത്തെയും കൊച്ചി എയർപോർട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. മലപ്പുറം സ്വദേശിയായ ഷുഹൈബിനെയാണ് CISF പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. രാവിലെ 11:50 കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യ 149 വിമാനത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശം ഇയാൾ നൽകിയത്. മുൻപ് എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കിടെ മകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നും ഇതിന് കാരണം വിമാനത്തിലെ മോശം ഭക്ഷണമാണെന്നും ആരോപിച്ചായിരുന്നു വ്യാജ ബോംബ് ഭീഷണി. മകളുടെ ജീവന് വില നൽകാത്ത എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യില്ലെന്നും വിമാനം ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു ഷുഹൈബിന്റെ ഭീഷണി. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും വിമാനത്താവള സുരക്ഷാ ഏജൻസികളും പോലീസും ചോദ്യം ചെയ്തു വരികയാണ്. പുലർച്ചെ 1 മണിയോടെ എയർ ഇന്ത്യയുടെ കസ്റ്റമർ കെയറിലേക്കാണ് ഷുഹൈബ് ഭീഷണി സന്ദേശം അയച്ചത്. കഴിഞ്ഞ തവണ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ മകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റെന്നും അതിനാൽ ഇന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശം. ഇന്ന് ലണ്ടനിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്യാനിരുന്നതാണെന്നും എന്നാൽ യാത്ര ചെയ്യാനെത്തില്ലെന്നും സന്ദേശത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ കസ്റ്റമർ കെയർ വിവരം വിമാനത്താവള സുരക്ഷാ വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിയ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി. ഇതോടെ ഡൽഹിയിൽ വെച്ച് വിമാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതോടെ ഭീഷണി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. ഇതിനിടയിൽ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഷുഹൈബും ഭാര്യയും മകളും കൊച്ചി വിമാനത്താവളത്തിലെത്തി. ഇവിടെ വെച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുന്നത്. മാനസിക വിഭ്രാന്തിയിൽ ഇയാൾ വ്യാജ സന്ദേശം അയച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. മുംബൈയിലെ എയർ ഇന്ത്യ കോൾ സെന്ററിലാണ് ഇമെയിൽ ഭീഷണി സന്ദേശം കിട്ടിയത്. ഭീഷണിയുടെ കാര്യം ഉടൻ തന്നെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കൈമാറി സിയാൽ അടിയന്തര നടപടികളും എടുത്തു. അതായത് ഈ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയുള്ള സന്ദേശമായതുകൊണ്ട് കൂടിയായിരുന്നു ഈ ഒരു ഭീഷണി അതീവ ഗൗരവത്തോടെ എടുത്തത്. വിമാനത്താവളത്തിൽ സമഗ്ര പരിശോധനകളും നടത്തി. ഇതിനിടയിലാണ് വ്യാജ സന്ദേശം അയച്ച ആൾ കുടുംബവുമായി വിമാനം കയറാൻ നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഇതോടെ സുരക്ഷാ സേനയ്ക്ക് വീണ്ടും ആശങ്ക വർദ്ധിച്ചു. വിശദമായ പരിശോധനയും നടത്തി. ഇതോടെയെല്ലാം വ്യാജമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അർദ്ധരാത്രിയോടെയാണ് മുംബൈ കോൾ സെന്ററിൽ സന്ദേശം എത്തിയത്. ഇതോടെ കൊച്ചിയിലെ എയർ ഇന്ത്യ ഓഫീസിനെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെയും പുലർച്ചെ 1:30 വിവരം അറിയിച്ചു. പ്രോട്ടോകോളുകൾ അനുസരിച്ച് ബോംബ് ത്രെറ്റ് അസസ്മെന്റ് കമ്മിറ്റി ഉടൻ അടിയന്തര യോഗം ചേർന്നു. എയർപോർട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ്, എയർലൈൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ഇൻലൈൻ ബാഗേജ് സ്ക്രീനിംഗ് സംവിധാനങ്ങൾ എന്നിവർ സമഗ്രമായി സുരക്ഷാ പരിശോധനകൾ നടത്തി. മുംബൈ കോൾ സെന്ററിൽ ഭീഷണി റിപ്പോർട്ട് ചെയ്ത കോളറെ തിരിച്ചറിയാനുള്ള ശ്രമവും തുടങ്ങി. AI 149 വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനിരുന്ന കൊണ്ടോട്ടി മലപ്പുറം സ്വദേശി 29 വയസ്സുകാരൻ ഷുഹൈബാണ് വിളിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമാണ് ഷുഹൈബിനെയും കൊച്ചിൻ എയർപോർട്ടിൽ അന്വേഷകർ കണ്ടെത്തിയത്. വിമാനം ഒറ്റപ്പെട്ട എയർക്രാഫ്റ്റ് പാർക്കിംഗ് പോയിന്റിലേക്ക് മാറ്റുകയും സമഗ്രമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. വിമാനം വിശദമായി പരിശോധിച്ച ശേഷം തുടർന്നും സഞ്ചരിക്കാൻ അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.